വർഷം ഓണാഘോഷവും അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നടത്തി വരുന്ന ആഴ്ചക്കൂട്ടം പ്രതിപാദനങ്ങൾ മുടക്കാതെ മുടക്കാതെ നടത്തുകയാണ്. 2011 തുടങ്ങി ഇതുവരെ മുടക്കിയിട്ടില്ല. എന്ത് വലിയ മഴ, അതിഭയങ്കര മഴയാണെങ്കിലും കോവിഡ് കാലത്ത് ഞങ്ങളെല്ലാം ഇതിലായിരുന്നു, ഓൺലൈനായിരുന്നു. ഓണവും വിഷുവും തിരുവാതിരയും എന്താ പറയുന്നത് പെരുന്നാളും ക്രിസ്മസും ഒന്നും ഞങ്ങൾക്കില്ല, എല്ലാം കൊണ്ടാടുകയാണ്. അപ്പോൾ ഓണം ആഘോഷിക്കുന്ന ഈ ദിനത്ത് അതേ നീട്ടത്തില്ല, എല്ലാവർക്കും ഉടനെ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം, ചിരകാല ആഗ്രഹം, ഇവിടുത്തെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ കവി, നമ്മുടെ കേരളത്തിന് അഭിമാനമായ കവി, കേരളത്തിലിപ്പം ദേശീയ തലത്തിൽ അംഗീകാരം നേടിയൊരു കവിയും അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. സാഹിത്യത്തിനെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. കേരളത്തിൻ്റെ ഒരു മഹാഭാഗ്യമാണ് അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചത്, മഹാഭാഗ്യമാണ് അദ്ദേഹം. നല്ല ഒരു പ്രാസംഗ്യൻ, വലിയൊരു പ്രസംഗകലയിൽ നൈപുണ്യം നേടിയ ആളാണ്. എല്ലാവരുടെ പ്രകൃതിയെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും ഇത്രയും പഠിച്ച് കവിത ചൊല്ലുന്ന കവിത എഴുതുന്ന ഒരാളില്ല. അദ്ദേഹത്തെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ഞാൻ രവിയേട്ടനെയൊക്കെ പറഞ്ഞു, രവിയേട്ടൻ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അവൻ പറഞ്ഞു നമുക്ക് അദ്ദേഹത്തിന് വലിയ പാടാണ്, അദ്ദേഹം വലിയ തിരക്കാണ്. പക്ഷെ അദ്ദേഹം വിളിച്ചു, ഞാനും അദ്ദേഹത്തിനെ വിളിച്ചു. ഞങ്ങളുടെ എല്ലാത്തിനും വരുന്ന ആളാണ്. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂജപ്പുരയിൽ PN പണിക്കരുടെ പ്രതിമയുടെ അവിടെ വന്ന് അദ്ദേഹം സംസാരിച്ചത് ചരിത്ര സ്മാരകമായി മാറ്റിവെച്ചിരിക്കുക. ഞങ്ങളത് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ, പ്രസംഗകലയുടെ അഴീക്കോടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇപ്പം നമ്മുടെ അഴീക്കോടിനൊക്കെ മരിച്ച ശേഷം, ONV കുറുപ്പ് സാർ മരിച്ച ശേഷം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഇതിനൊക്കെ അവരെ പഠിപ്പിക്കുന്നത് പ്രൊഫസർ മധുസൂദൻ നായർ സാറിന് വിനയപൂർവ്വം ഈ വേദിയിലൊക്കെ ആനയിക്കുകയാണ്. അതുപോലെ നമ്മുടെ രവിയേട്ടൻ ഇതിൻ്റെയൊക്കെ തലപ്പത്തിങ്ങനെ രവിയേട്ടനിങ്ങനെ ഒരു മാന്ത്രിക ശക്തിയോടെ നടക്കുകയാണ് അദ്ദേഹത്തെ എല്ലാത്തിൻ്റെ കാര്യത്തിലും. അദ്ദേഹം ഇപ്പോൾ ഓടാൻ പോകും, അടുത്ത ഓടുകയാണ്. ഇത്രയും ജനകീയനായ, കളങ്കരഹിതനായ ഒരു പൊതുപ്രവർത്തകൻ, ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകന്മാർ രാജ്യത്തുണ്ടെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ശക്തിയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള രവിയേട്ടനെയും പിന്നെ ഞങ്ങളുടെ ക്ഷണമായിട്ട് ഇന്നലെയാണ് എല്ലാവരെയും വിളിച്ചത്, ഇന്നലെ തീരുമാനിച്ചത്. എല്ലാം ഇവിടെ എത്തിയ ഞങ്ങളുടെ മാന്യ സുഹൃത്തുക്കൾ, നമ്മുടെ രാജ്കുമാർ സാറുണ്ട്, നമ്മുടെ റെജി കുന്നുംപുറം ഉണ്ട്, അങ്ങനെ ഇവിടെ എത്തിയിട്ട എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചെറിയ ഓണസദ്യ ഉണ്ട്, ചെറുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞങ്ങൾ ഗാന്ധിയൻ ഫിലോസഫിയിൽ ജീവിക്കുന്നവരാണ്. ആ ചെറിയ ഓണസദ്യയിൽ നമുക്കെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ആഹാരവും കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാവർക്കും സ്വാഗതവും നന്ദി എല്ലാം ഒരുമിച്ച് പറയുന്നു. താങ്ക് യു. മധുസൂദനൻ നായർ എന്ന് പറയുന്ന കവിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ കുഴപ്പമാണ്. ഒരു കവി എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആധുനിക മലയാള കവിതയിൽ അദ്ദേഹത്തെ തൊട്ടേ നമുക്ക് എണ്ണാൻ കഴിയും. അതുകൊണ്ട് ഓണത്തിൻ്റെ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ട്. ഓണം സമൃദ്ധിയുടെ നാളാണ്. ഓണത്തിന് നമ്മളെല്ലാവരും മഹാബലി ചക്രവർത്തിയെ വാഴ്ത്തുന്നു. വാമൻ എന്ന് പറയുന്ന അവതാരത്തെ നമ്മളെല്ലാവരും വിരോധത്തോടെ എതിർക്കുന്നു. ഇതൊരു വിരോധാഭാസം കേരളത്തിൽ മാത്രമുള്ളതാണ്, അല്ലേ? ബ്രഹ്മാവ്, മഹാവിഷ്ണു, പരമശിവൻ, നമ്മളെ ദൈവങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ അവതാര പുരുഷനാണ് ഈ പറയുന്ന വാമനൻ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമൻ, 5ാമത്തെ അവതാര. വാമൻ എന്ന അവതാര പുരുഷനാണ് നമുക്ക് നന്മ നൽകിയ മഹാബലിയെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തിയത്. നമ്മുടെ എല്ലാം മനസ്സിൽ അതിലൊരു വിരോധമില്ലേ? അത് കേരളീയർക്ക് മാത്രമുള്ളതാണ്. ഭക്തി മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളും ഓണം ആഘോഷിക്കുക. ഓണത്തെക്കുറിച്ച് ആധികാരികമായി പറയാവുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയും. മധുസൂദനൻ നായർ എന്ന് പറയുന്ന കവി കൊച്ചുകുട്ടികൾ മുതൽ മലയാളത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കവിയാണ്. അദ്ദേഹം ഓണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സദ്യ നമ്മൾ ഒരുമിച്ച് ഉണ്ണേണ്ടതുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓണസദ്യ എന്ന. അപ്പം നമ്മളെല്ലാവരും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കും. അതിന് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, ശ്രീ ബാലഗോപാലും ശ്രീ പന്നിനും പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഓണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ തള്ളിക്കളയാവുന്നതാണ്. അത് എന്നെക്കുറിച്ച് നമ്മൾ മുമ്പേ ഇരിക്കുമ്പോൾ അസുഖകരമായ വാക്യങ്ങളൊന്നും പറയണ്ട എന്ന് കരുതിയിട്ടും കുറച്ച് മനസ്സിൻ്റെ ഉദാരത കൊണ്ടും നല്ല വാക്കുകൾ പറയും. എന്നെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകളെല്ലാം സൗജന്യമായി കിട്ടുന്നതാണ് എന്ന് മാത്രമേ കരുതാവൂ എന്ന് ഞാൻ എന്നെ ഉപദേശിക്കാറുണ്ട്. സുജനങ്ങൾ അവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് നൽകുന്നതാണ് സൗജന്യം. ആ സുജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നത് നമ്മെക്കുറിച്ചുള്ള നല്ല വാക്കുകളാണെങ്കിലും നമ്മളതിൽ കൂടുതൽ കുതിർന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അത് വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഓണത്തെക്കുറിച്ച് പറഞ്ഞത് ചിലത് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്, ആലോചിക്കാവുന്ന കാര്യമാണ്. നമ്മളൊന്നും ആലോചിച്ചിട്ടും ഒരിടത്ത് എത്തുന്നില്ല എന്നതാണൊരു പ്രശ്നം. ഓണത്തിന് നമ്മൾ എന്താലോചിക്കുമ്പോഴും മിച്ചമുള്ളത് എല്ലാവരും നന്നായിരിക്കണം എന്ന ഒരു പ്രാർത്ഥനയോ ആഗ്രഹമോ ഒക്കെയാണ്. അത്രയും മതി. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ഞാൻ മാത്രം പ്രത്യേകിച്ച് എന്ന് കരുതുന്നതാണിപ്പോൾ. എല്ലാവർക്കും എന്തെങ്കിലും ദോഷമുണ്ട്, എനിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ല എന്നതാണ് ഒരു പൊതുവെയുള്ള ലോക ചിന്ത. ലോകത്തിനെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് അവർ നന്നായില്ല, ഇവർ നന്നായില്ല, ഇന്ന കക്ഷി നന്നായില്ല, ഇന്ന മതം നന്നായില്ല, ഇന്ന ആൾക്കാരെല്ലാം നന്നായില്ല, അവർക്കെന്തോ കുഴപ്പമുണ്ട്, എനിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്ന ഒരു സെൽഫ് റൈറ്റിയസ്നെസ്, ഞാൻ മാത്രം ശരി എന്ന് പറയുന്ന ചിന്ത ലോകത്തെല്ലായിടത്തും എന്ന പോലെയോ അതിൽ കൂടുതലോ കേരളത്തിലുണ്ട്. ഓണം പോലുള്ള ഉത്സവങ്ങളുടെ പിന്നിലുള്ള കഥകൾക്ക് ഒരുപാട് കാഴ്ചകൾ, വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്കിലും ചില കാര്യങ്ങളിവിടെ പറയാൻ ശ്രമിക്കാം, അറിയാവുന്നത്. വാൽമീകിയുടെ രാമായണം എന്നൊരു കൃതിയുണ്ടല്ലോ, എല്ലാവരും മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. അധ്യാത്മരാമായണം തന്നെ മുഴുവൻ വായിച്ച അധ്യാപകർ വളരെ കുറവുള്ള നാടാണ് കേരളം. ശരിയായിരിക്കില്ലേ? എനിക്കിപ്പോഴും അങ്ങനെ തോന്നുന്നു. അധ്യാത്മരാമായണം പകുതിയെങ്കിലും വായിച്ച അധ്യാപകർ വളരെ കുറവായിരിക്കും, മനസ്സിലായവരും കുറവായിരിക്കും. എന്തോ ഭാഗ്യം കൊണ്ടോ ഏതോ നിയോഗം കൊണ്ടോ വാൽമീകി രാമായണം ഒരുപാട് പ്രാവശ്യം വായിക്കാൻ എനിക്ക് യോഗം കിട്ടിയിട്ടുണ്ട്. വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിൽക്കാല രാമകഥകൾക്കെല്ലാം അടിസ്ഥാനമായ ഒരുപാട് സംഭവങ്ങൾ ബാലകാണ്ഡത്തിലുണ്ട്. ആ ബാലകാണ്ഡം എല്ലാം വാൽമീകി എഴുതിയതല്ല എന്ന് പറയുന്നവരും ഇപ്പോഴുണ്ട്. ആരെഴുതി നമുക്ക് തെളിവൊന്നുമില്ല. അതിലെ സംഭവങ്ങളിലൊന്ന്, ബാലന്മാരായ രാമനെയും ലക്ഷ്മണനെയും പെട്ടെന്ന് ദശരഥൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആജ്ഞാപിച്ച് വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുന്ന വിശ്വാമിത്രൻ്റെ കർമ്മങ്ങളാണ്. വിശ്വാമിത്രൻ അവിടെ വരേണ്ട കാര്യമുണ്ടോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ വിശ്വാമിത്രൻ പെട്ടെന്ന് വന്ന് എന്നെ രാമനെ എൻ്റെ കൂടെ അയക്കണം. ഇന്നത്തെക്കാളും വലിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അന്ന്. അയക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്തോ ആദ്യം മടിച്ചിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞ് അയക്കുന്നു. അങ്ങനെ പോകുമ്പോഴേക്ക്
ഗംഗാതീരത്ത് താടകയുടെ വനം കാണുന്നു. പിന്നെ താടകയെക്കുറിച്ച് പറയുന്നത് താടകാവധം കഴിയുന്നു. താടകാവധത്തിന് ശേഷം അന്ന് രാത്രി സിദ്ധാശ്രമം എന്ന ആശ്രമത്തിലെത്തുന്നു. ഗംഗാതീരത്ത് തന്നെയുള്ള സിദ്ധാശ്രമത്തിലെത്തുന്നു. സിദ്ധാശ്രമത്തിലെത്തുമ്പോൾ രാമൻ എന്ന ബാലൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നു, ഈ പുണ്യാശ്രമം ഏതാണ്? വിശ്വാമിത്രൻ ആ ആശ്രമത്തിൻ്റെ കഥ പറയുന്നു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഗംഗാതീരത്ത് സിദ്ധാശ്രമത്തിൽ ആണ് വിശ്വാമിത്രൻ രാമനോട് പറയുന്നതാ, ഇവിടെയാണ് വളരെ മുൻപ് വാമനൻ തപസ്സിരുന്നത്. വാമനൻ ആര്? കശ്യപനും ദിതിക്കും പിറന്നവൻ, അവതരിച്ചവൻ. എന്തിന്? അത് ലോകരാവണനായി രാവണൻ എന്നൊരുവനുണ്ടായിരുന്നു. അവനെ അമർച്ച ചെയ്യാൻ ദേവകൾ, പ്രത്യേകിച്ച് ബ്രഹ്മാവ് ഉൾപ്പെടെ പ്രാർത്ഥിച്ചനുസരിച്ച് കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രൻ എന്ന നിലയിൽ വാമനൻ അവതരിച്ച് ഇവിടെ തപസ്സിരുന്നു. വാമനാവതാരം കഴിഞ്ഞ് പരശുരാമാവതാരവും കഴിഞ്ഞ് ആണ് രാമാവതാരം. കാലക്രമം നോക്കണം. നമ്മുടെ ആൾക്കാർ കാലക്രമം ഒന്നും നോക്കാറില്ല. കഥകളുടെ സത്ത മാത്രമേ എടുക്കാറുള്ളൂ. ചരിത്രം എന്നത് കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നത് അല്ല നമുക്ക്. കാരണം ചരിത്രം എഴുതപ്പെടുമ്പോൾ പലപ്പോഴും ചരിത്രമല്ലാത്തതും കൂടെ കടക്കും എന്നവർക്ക് തോന്നിയിരിക്കണം. അതിൻ്റെ സത്തകൾ കഥകളാക്കി വെച്ചു. കാലക്രമങ്ങൾ വേറെ. കാലക്രമങ്ങളെല്ലാം ചക്രനിയമിക്രമേണ ഉരുണ്ടുരുണ്ടു വരുന്നതാണ് എന്ന് കരുതി. ഭാരതീയരുടെ കാലസങ്കല്പം ചികയാണ്. അതിന് ഇത്തരം ദൈനംദിന ഭൗതിക ലൗകിക സംഭവങ്ങളുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും കൽപ്പിച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പാശ്ചാത്യരാണ് ഇത്തരത്തിലൊരു ചരിത്രക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അത് ഇന്ത്യയുടെ കാര്യത്തിൽ ചരിത്രക്രമം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ട് എന്നാണ് ഞാനിപ്പോഴും കരുതുന്നത്. എന്തായാലും രാമനും മുമ്പ് പരശുരാമൻ, പരശുരാമനും മുമ്പ് വാമനൻ. ഇത് വാൽമീകി രാമായണത്തിൽ കാണുന്ന ക്രമം. പണ്ട് ക്ഷേത്രങ്ങളിലായിരുന്നു ഓണാഘോഷം, ചില വീടുകളിലും. ഇപ്പം അത് എല്ലാവർക്കുമായി. സൂര്യൻ എല്ലാവർക്കുമാണ്. അതുകൊണ്ട് ഓണവും എല്ലാവർക്കുമാണ്. ഇതാണ് എനിക്കും തോന്നുന്നത്. ഈ ഓണവും നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെ ഉണ്ട്. പ്രത്യേകിച്ച് തമിഴകത്തായാലും മലയാള നാട്ടിലായാലും ഓണം തരുന്ന ഏറ്റവും വലിയൊരു പാഠം ഒന്നും നിനക്ക് മാത്രമായി ഉള്ളതല്ല എന്നതാണ്. ഇത്രയും കാലം ഓണം ഉണ്ടിട്ടും നമ്മുടെ വയറ് വലുതാവുന്നതല്ലേ ഉള്ളൂ, തിന്നാൻ കൊതി കൂടുന്നതല്ലേ ഉള്ളൂ. അതാലോചിച്ച് നോക്കണം. കേരളത്തിൻ്റെ തീറ്റക്കൊതി കഴിഞ്ഞ 10 വർഷത്തിനപ്പുറം 1000 മടങ്ങ് കൂടിയിട്ടുണ്ട്. ഈ ടാഗോർ തിയേറ്ററിൻ്റെ മുമ്പിൽ തൊട്ട് പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ നടുവരെ രാത്രി ഒരു വണ്ടി പോകാൻ ഒക്കില്ല. തീറ്റ കണ്ട് നമ്മൾ ബദം പിടിക്കും. എന്ത് മണം! വറമണം, എരിമണം, മസാല മണം തുടങ്ങിയിട്ടുള്ള മണങ്ങൾ. ഈ മണങ്ങളെല്ലാം വന്ന് നമ്മളെ പൊതിയും. ഓടാൻ തോന്നിയിട്ടുണ്ട്. 2 മണിക്ക് തിന്നിട്ടും തികയുന്നില്ല. അത് വഴിയോരത്തീറ്റകൾ. പിന്നെ സ്റ്റാർ തീറ്റകൾ വേറെയുണ്ട്. പിന്നെ ഉത്സവത്തീറ്റകളുണ്ട്. അതായത് നൂലുകെട്ട് മുതൽ പൊലകുളി വരെ എല്ലാം ഹോട്ടലിൽ. അതിൻ്റെ തീറ്റ വേറെ. എന്തെല്ലാം തരം തീറ്റകളാണ്. പിന്നെ പൊതിത്തീറ്റ. നമ്മുടെ ഇരിക്കുന്ന ആപ്പ് ഒന്ന് അമർത്തിയാൽ തീറ്റ നമുക്ക് വീട്ടിൽ വന്നെത്തുന്നു. ആ തീറ്റ ഇത്രയും തിന്നിട്ടും തികയുന്നില്ല. വഴിയോരത്ത് മുഴുവൻ ഉരുളക്കിഴങ്ങ്, പഴം, മത്തങ്ങ, കിഴങ്ങുകൾ ഇത് നിറച്ച് കുന്നുപോലെ കൂട്ടിയിട്ടുണ്ട്. ഇതിനെ പിറ്റേന്ന് കാണാനില്ല. ഇതും തീർക്കും. ഇത്രയും തിന്നിട്ടും തികയാത്ത, വിശപ്പ് ശമിക്കാത്ത
KT മുഹമ്മദിൻ്റെ സൃഷ്ടി എന്ന നാടകത്തിലെ ഒരു വിശക്കുന്ന കഥാപാത്രം. വിഷം കുടിച്ച് വിശപ്പ്, ആ വിശപ്പാണ് കേരളീയന്. ഈ വിശപ്പല്ല ഓണത്തിൻ്റെ സന്ദേശം, നിറവാണ്. നീ ഉണ്ടില്ലെങ്കിലും അവന് കൊടുക്കുക. ഈ സന്ദേശം മഹാഭാരതത്തിലും ഭാഗവതത്തിലും രാമായണത്തിലുമുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ല. ഓണത്തിനെക്കുറിച്ച് കഥകൾ ഞാൻ എഴുതിപ്പോയിട്ടുണ്ട്. എങ്കിലും ഓണത്തിനെക്കുറിച്ച് മാത്രമായിട്ട് എഴുതാത്ത ഒരു കവിത, അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ ചൊല്ലാം. ഒരു ഭാഗം മാത്രം. ആ കവിതയുടെ പേര് അച്ഛൻ പിറന്ന വീട് എന്നാണ്. ഇത്തിരി വലിയൊരു കവിതയാണ്. 21 ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗത്തിൻ്റെ ഒരു 4-1 10 ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചൊല്ലുന്നത്. ആ കവിതയ്ക്കാണ് ഈ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആ കവിതയിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഭാഗം, അതിൻ്റെ ഒരിത്തിരിയോളം ഭാഗം മാത്രമേ ഞാനിവിടെ ചൊല്ലുന്നുള്ളൂ. അച്ഛൻ പിറന്ന വീട്. ചില ഭാഗങ്ങൾ തിരഞ്ഞെടുത്താണ്, ഓർമ്മയിൽ നിന്ന് തിരഞ്ഞെടുത്താണ് അവിടെ വിടുന്ന ഞാൻ ചേർത്താണ് ഇത് ചൊല്ലുന്നത്, തുടർച്ച ആയിട്ടല്ല. ഈടെ ആയിരുന്ന അച്ഛൻ പിറന്ന വീട്, ഈ വീട് ആയിരുന്ന അച്ഛൻ വിരിഞ്ഞ ചൂട്, കാലികൾക്കും കൊടുത്തിട്ടേ വിളമ്പൂ പ്രാതൽ, വേല ചെയ്വോർ കൂട്ടിയിട്ടേ ഉച്ചയൂണുള്ളൂ, തിരക്കുന്നേഴയൽകൾക്ക് കഴിക്കാത്തോരാർ തിരിവൂതി അടുക്കള അടയ്ക്കും മുമ്പേ. ഇത് പണ്ടത്തെ കുട്ടിക്കാലത്തെ നമ്മുടെ അനുഭവമാണ്. അന്നാണോ ഇന്നാണോ ഓണം എന്നാലോചിക്കാം. ഉറുമ്പുകൾ കരിപ്പൊടിച്ചിരട്ട വച്ചേ തിരുവോണ സദ്യയുണ്ണാനിലയിട്ടുള്ളൂ, പുഴമീനിന്നരിയിട്ട് വണങ്ങിയിട്ടേ പുഴക്കരെ തേവരെയും തൊഴുമാറുള്ളൂ. ഈ പതിവ് കണ്ട് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ അമ്മയോട് ചോദിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. എന്തിനാണിതൊക്കെ എന്നു തിരക്കും നേരം, നമ്മൾ മാത്രമല്ല നമ്മൾ മൊഴിയുന്നമ്മ, നമ്മൾ മാത്രമല്ല നമ്മൾ മൊഴിയുന്നമ്മ, തനിച്ചുണ്ണാനുള്ളതല്ലീ ഉലകമുണ്ണി, ചതിച്ച് നേടുവാനല്ല പഠിത്തമുണ്ണി, കൊതിച്ചോളൂ കുതിച്ചോളൂ മത്സരിച്ചോളൂ, മതിക്കാതെ മതിയോളം രസിച്ചുകൊള്ളൂ. ഇവരെല്ലാമില്ലെങ്കിൽ തനിച്ചാവില്ലേ, തനിച്ചായാൽ കുലമുണ്ടോ കുടുംബമുണ്ടോ. വസുധൈവ കുടുംബകം എന്ന് പറയുന്ന നമുക്ക് തനിച്ചാവണം എന്നുണ്ടോ, അതോ കുലവും കുടുംബവും ഭൂമി എന്ന കുടുംബവും ഒരുമിച്ച് വേണമെന്നുണ്ടോ എന്ന് എല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാം. നമസ്കാരം. നല്ല ഓണം എല്ലാ മനസ്സിനും. ഈ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നല്ല സന്തോഷം വരട്ടെ, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. പ്ലീസ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ.
അതെ